കോട്ടയം പാലായിൽ വാഹനമിടിച്ച ശേഷം നിർത്താതെ പോയ കാറുടമ ഡമ്മി പ്രതിയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മുങ്ങി. വാഹന ഉടമ ജോർജ് കുട്ടി ആനത്തോട്ടമാണ് ഡമ്മി പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച ശേഷം മുങ്ങിയത്. ചോദ്യം ചെയ്യലിൽ കള്ളക്കട വ്യക്തമായി. ഇരുവർക്കുമെതിരെ ആൾമാറാട്ടത്തിന് കേസെടുക്കുമെന്ന് പാലാ പോലീസ് വ്യക്തമാക്കി. ബിനിലീല സാബു ഉണ്ട് വിവരങ്ങളുമായി. ബിനിലി, അപകടം എപ്പോഴായിരുന്നു? ഇതിപ്പോൾ ഡമ്മിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പാലാ രാമപുരം റോഡിലായിരുന്നു നിർത്തിയിട്ട 2 വാഹനങ്ങൾ ഈ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഒരു ഓട്ടോറിക്ഷയും ബൈക്കുമാണ് റോഡിൽ നിർത്തിയിട്ടിരുന്നത്. അതിൽ ആദ്യം ഓട്ടോറിക്ഷയിൽ ഇടിച്ചു, പിന്നീട് ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ഈ ഓട്ടോറിക്ഷയിലാണ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നത്. സ്ത്രീക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മാത്രമല്ല, പോലീസ് കേസെടുത്തപ്പോൾ പ്രദേശത്തെ മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് ഈ കാർ കണ്ടെത്തിയത്. കാറിന്റെ നമ്പർ പോലീസ് നോട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, ഈ ഓടിച്ചതാരെന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇന്ന് പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയാണ് എന്ന് പറഞ്ഞ് ഒരാൾ വരുന്നത്. അതിനുശേഷമാണ് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അതിൽ മൊഴിയിൽ പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഡമ്മി പ്രതിയാണെന്ന് ഇയാൾ സമ്മതിച്ചത്. ഈ പ്രതിക്കെതിരെ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ വാഹനത്തിന്റെ ഉടമ ജോർജ് കുട്ടി ആനത്തോട്ടം എന്നയാളാണ്. ഇയാളാണ് തന്നെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടത്, ഇവിടെ ഹാജരാകാൻ പറഞ്ഞത് എന്നാണ് ഇയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ 2 പേർക്കുമെതിരെ ആൾമാറാട്ടത്തിന് കേസെടുക്കും എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ വാഹനം ഓടിച്ച ഇതിന്റെ ഉടമയായ ജോർജ് കുട്ടിയെ പോലീസ് വൈകാതെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇയാൾക്കെതിരെ ഈ കേസ് കൂടി, അതായത് അപകടമുണ്ടാക്കിയ കേസ് കൂടി എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അഖില, ബിനിലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത്.